ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സെൻസർ ബോർഡിൽ താൻ ഇടപെട്ടിട്ടില്ല എന്ന് സുരേഷ് ഗോപി. സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ദുബായിലെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. സിനിമ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ പരിഗണിച്ചാൽ ഇതൊരു പ്രൊപ്പഗൻഡ മൂവിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ സെൻസറിംഗുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളിൽ മന്ത്രി എന്ന നിലയിൽ തന്റെ പവർ ഉപയോഗിച്ചിട്ടില്ലെന്ന് സുരേഷ് ഗോപി. അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് തന്നോട് ഒരു അഴിമതി ചെയ്യാൻ ആവശ്യപ്പെടുന്നത് പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംവിധായകൻ പത്മകുമാർ ഉൾപ്പെടെ പലർക്കും കിട്ടാത്ത പരിഗണന കേന്ദ്രമന്ത്രി അഭിനയിക്കുന്നത് കൊണ്ട് ഈ സിനിമയ്ക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നത് ശരിയല്ല. 2018 ഈ സിനിമയുടെ കഥ പൂർത്തിയാകുമ്പോൾ മുതൽ ഇതിലെ കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്ന് തന്നെയാണ്. സിനിമ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ പരിഗണിച്ചാൽ JSK ഒരു പ്രൊപ്പഗാൻഡ മൂവി തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സിനിമയിൽ ജാനകി എന്ന് പറയുന്നത് കേരളത്തിൽ എത്ര ജാനകിമാരുണ്ട്, ഇന്ത്യയിൽ എത്ര ജാനകിമാരുണ്ട്, ലോകത്ത് എത്ര ജാനകിമാരുണ്ട്, ഇവർക്കൊക്കെ നീതി നല്ല സൗഖ്യത്തോടെയും സന്തോഷത്തോടെയും അനുഭവിച്ച് മരണത്തിലേക്ക് യാത്ര ചെയ്തെത്താൻ പറ്റിയിട്ടുണ്ടോ? എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? ഈ ഒരു ഉന്നം വെച്ച് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് ഒന്ന് മാറ്റി നിർത്തിയാൽ പ്രൊപ്പഗാൻഡയാണോ എന്ന് ചോദിച്ചാൽ യെസ്. എത്ര കോടിയാണ് നിങ്ങൾ പിങ്ക് പോലീസിന്റെ പേരിൽ ചെലവാക്കിയത്? സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ എത്ര CCTV ക്യാമറകൾ വെച്ചിട്ടുണ്ട്? അതിന്റെയൊക്കെ ഫലം എന്തുണ്ടായി എന്ന് ചോദിക്കുന്നത് പ്രൊപ്പഗാൻഡയാണ്. സോഷ്യൽ മീഡിയ അറ്റാക്കിന്റെ കാരണം അറിയാമെന്നും ആ കാരണം തനിക്ക് മനസൗഖ്യം നൽകുന്ന സംഗതിയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പ്രവീൺ നാരായണൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. സംവിധായകൻ പ്രവീൺ നാരായണൻ, നടന്മാരായ അസ്കർ അലി, മാധവ്, സുരേഷ് ഗോപി, കോ പ്രൊഡ്യൂസർ സേതുരാമൻ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കിരൺ രാജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ദുബായ്.